നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7-ന് ഹമാസിന്റെ ഭീകരവാദികൾ ബന്ദിയാക്കിയ 5 പേരെ കൂടി ക്രൂരമായി കൊലപ്പെടുത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. 5 പേരുടെ മൃതശരീരങ്ങൾ ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഗാസയിൽ നിന്നും ലഭിക്കുന്നത്. ഗാസയിൽ ഹമാസിനെതിരായ പോരാട്ടം ഇസ്രായേൽ സൈന്യം കൂടുതൽ ശക്തമാക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ സൈന്യത്തിന് ആ ദുഃഖ വാർത്ത എത്തുന്നത്. ക്രിസ്മസ് ദിനത്തിൽ നെഞ്ചു തകരുന്ന ദുഃഖ വാർത്തയാണ് ഇസ്രായേലിന് ലഭിക്കുന്നത്. 5 ബന്ദികളെ കൂടി ഹമാസ് കൊലപ്പെടുത്തിയിരിക്കുന്നു. ആ കൊലപ്പെടുത്തിയവരുടെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അവരുടെ മൃതശരീരങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചു. അത് പരിശോധനയ്ക്ക് അയച്ച ശേഷമായിരിക്കും ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്നുള്ള വിവരങ്ങൾ ഇസ്രായേൽ സേന സ്ഥിരീകരിക്കുക എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും ഇനി യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിന്റെ പൊരുൾ ഏറെക്കുറെ ലോകത്തിന് മനസ്സിലായിരിക്കുന്നു. കാരണം 130-ലധികം പേർ ഇപ്പോഴും ഹമാസിന്റെ പക്കൽ ബന്ദികളാക്കപ്പെട്ടവരുണ്ട്. അതിൽ ഇസ്രായേലി പൗരന്മാരാണ് ഏറെക്കുറെ. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്, മറ്റ് രാജ്യങ്ങളിലുള്ള പാസ്പോർട്ടുകളുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെ നിരവധി പേര് വിട്ടയക്കാമെന്നുള്ള ധാരണയായിരുന്നു നേരത്തെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് വെടിനിർത്തൽ കരാറും പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ പിന്നീട് 6 ദിവസത്തിന് ശേഷം ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാറിൽ നിന്നും ഹമാസ് പിന്മാറുകയായിരുന്നു. കാരണം ബന്ദികളെ പറഞ്ഞതുപോലെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറായില്ല എന്നുള്ളതാണ് ആ വെടിനിർത്തൽ കരാറ് ലംഘിക്കപ്പെടാനുള്ള പ്രധാന കാരണം ഈ ബന്ദികൾ ഏറെക്കുറെയും ബന്ദികൾ പൂർണ്ണമായും ജീവനോടെ ഹമാസിന്റെ പക്കൽ ഉണ്ടെന്നായിരുന്നു അതുവരെ ഇസ്രായേലിന്റെ ധാരണ. എന്നാൽ അന്ന് 109ഓളം വരുന്ന ബന്ദികളെ വിട്ടയക്കുകയും അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനൊരു കാര്യം മനസ്സിലായി. ബന്ദികളിൽ നിരവധി പേരെ ഇതിനകം ഹമാസ് കൊലപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളെ, 18-നും 29-നും ഇടയിൽ പ്രായമുള്ള 25-ലധികം യുവതികളെ ഹമാസിന്റെ ഭീകരവാദികൾ നിരന്തരമായി ബലാത്സംഗം ചെയ്ത്, നിരന്തരമായി ശാരീരികമായി പീഡിപ്പിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി. വിട്ടയച്ചവരിൽ നിരവധി പേരെയും ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്ന് ആ ഓർമ്മകൾ നഷ്ടപ്പെടാൻ വേണ്ടി മാരകമായ മരുന്നുകൾ അവരുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു. അങ്ങനെ കുത്തിവെക്കുകയും അണുവികരണമടക്കമുള്ളവ അവരിൽ പ്രയോഗിക്കുകയും ചെയ്ത ശേഷമാണ് ബന്ദികളെ ഈ ഹമാസിന്റെ ഭീകരവാദികൾ മോചിപ്പിച്ചത്. ഇത് ആഴ്ചകൾ നീണ്ട മെഡിക്കൽ പരിശോധനയിലൂടെ ഇസ്രായേൽ സൈന്യത്തിന് ബോധ്യപ്പെട്ടു. വിട്ടയച്ചവരെ പോലും ക്രൂരമായി പീഡിപ്പിച്ച ഹമാസ് ഭീകരവാദികളോട് ഇനി മാപ്പില്ലെന്ന് അതോടുകൂടി ഇസ്രായേലിന്റെ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. ഇനി അഥവാ ബാക്കിയുള്ള ബന്ദികളെ കൂടി ഹമാസ് മോചിപ്പിച്ചാൽ പോലും അവരുടെ ജീവന് സുരക്ഷിതത്വമില്ല. അവരിൽ കൊടിയ വിഷവും കൊടിയ മയക്കുമരുന്നുകളും പ്രയോഗിച്ചിട്ടുണ്ട് ഇതിനിടയിൽ. അതുകൂടാതെ തന്നെ അവരിൽ വലിയ അണുവികരണം പ്രയോഗിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലിന്റെ സേന മനസ്സിലാക്കിയ കാര്യമാണ്. അതോടുകൂടിയാണ് യുദ്ധം രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ തീരുമാനിച്ചത്. ഇനി ബന്ദികളെ ജീവനോട് രക്ഷപ്പെടുത്തുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ല. ഇനി യുദ്ധം കൂടുതൽ രൂക്ഷമാക്കുക, അങ്ങനെ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, ഹമാസിന്റെ അവസാനത്തെ തീവ്രവാദിയെ പോലും കൊന്നൊടുക്കിയ ശേഷം മാത്രം യുദ്ധത്തിൽ നിന്നും പിന്മാറുക, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുക. ഇത് ഇസ്രായേൽ സേന ചിന്തിച്ചതും ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതും ഈ സാഹചര്യത്തിലാണ്. കാരണം ഹമാസിന്റെ ഭീകരവാദികൾ അത്രത്തോളം ദയയില്ലാതെയാണ്, അത്രത്തോളം ക്രൂരവും പൈശാചികവുമായിട്ടാണ് ഈ ബന്ദികളോട് പെരുമാറിയത്. ലോകത്ത് മനുഷ്യത്വം മരവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ക്രൂരമായി സ്ത്രീകളെയും പിഞ്ചു കുട്ടികളെയും അടക്കം പീഡിപ്പിക്കുന്നു. യുവതികളെ മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കിയിട്ട് ശാരീരികമായി അവരെ പീഡിപ്പിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നു. അതാണ് ഹമാസ് ഭീകരർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ വൃത്തികെട്ട ശൈലി. ഇസ്രായേലി ബന്ദികളോടും ചെയ്തു എന്നുള്ളതാണ് ഇസ്രായേലി സേന കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഇനിയൊരു കോംപ്രമൈസ് എന്നൊരു സാധനം വേണ്ട എന്ന് ഇസ്രായേൽ തീരുമാനിച്ചത്. ഇപ്പോൾ ആ തീരുമാനവുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്
നടക്കുന്നതും. ഖാൻ യൂനിസ് അടക്കമുള്ള ഇടങ്ങളിൽ കണ്ണിൽ കണ്ടവരെല്ലാം വെടിവെച്ച് കൊല്ലുകയാണ് ഇസ്രായേൽ സൈന്യം. അഭയാർത്ഥി ക്യാമ്പിലേക്ക് അടക്കം റോക്കറ്റ് ആക്രമണം നടത്തുന്നു. 170ഓളം പേരാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ക്രിസ്മസ് ദിനം ഇസ്രായേലിനെ സംബന്ധിച്ച് വേദന നിറഞ്ഞ ദിനമായിരുന്നു. 5 ബന്ദികൾ, ഇസ്രായേലി പൗരന്മാരായ ഹമാസിന്റെ പക്കലുണ്ടായിരുന്ന ബന്ദികൾ 5 പേരെ ഹമാസ് നിഷ്ഠൂരമായി കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. എന്തായാലും ഹമാസിന്റെ അന്ത്യമടുത്തു എന്ന് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാരണവശാലും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല. കാരണം യുദ്ധം അവസാനിക്കണമെങ്കിൽ ഹമാസ് പൂർണ്ണമായും തീരണം. ഹമാസിനെ പൂർണ്ണമായും തീർത്ത ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ. ഒക്ടോബർ 7-ാം തീയതി രാത്രി ഇരുട്ടിന്റെ മറവിൽ ഇസ്രായേലിലേക്ക് കടന്നുകയറി 1400ഓളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ കഴുത്തറത്തും പച്ചയ്ക്ക് കത്തിക്കും കൊലപ്പെടുത്തിയതാണ് ഹമാസിന്റെ ഭീകരവാദികൾ. അവിടെ നിന്ന് 240ഓളം വരുന്ന ആളുകളെ ബന്ദികളാക്കി കൊണ്ടുവന്നു. അവർ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി പല ഘട്ടങ്ങളിൽ. ഒടുവിൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ഖത്തറും അമേരിക്കയും ഇടനിലക്കാരായി നിന്നതിന്റെ സാഹചര്യത്തിൽ വെടിനിർത്തലിന് ഇസ്രായേൽ കൂടി സമ്മതിച്ചു. എന്നാൽ വെടിനിർത്തൽ കരാർ 6 ദിവസം മാത്രമേ മുന്നോട്ട് പോയുള്ളൂ. ആ കരാർ ലംഘിച്ചത്, ഏകപക്ഷീയമായി ലംഘിച്ചത് ഹമാസ് ആയിരുന്നു. പിന്നാലെ നടന്നത് കൊടിയ യുദ്ധത്തിന്റെ കഥയായിരുന്നു. 78 ദിവസമായി യുദ്ധം തുടരുകയാണ്. 78 ദിവസം യുദ്ധം പിന്നിടുമ്പോൾ കൊടിയ നാശമാണ് ഗാസയിൽ ഇസ്രായേൽ വിതച്ചിട്ടുള്ളത്. 25,000ഓളം ആളുകൾ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നു. 10,000കണക്കിന് ഹമാസിന്റെ ഭീകരവാദികളെ കൊന്നൊടുക്കിയിരിക്കുന്നു ഇസ്രായേൽ സേന. ബങ്കറുകളിൽ, പുകൾപെറ്റ ബങ്കറുകൾക്കുള്ളിൽ കടൽ വെള്ളം നിറച്ച് ഹമാസിന്റെ ഭീകരവാദികളെ പൂർണ്ണമായും തീർത്തിരിക്കുന്നു ഇസ്രായേൽ സേന. പ്രതിരോധമില്ലാതെ, പ്രതികരണമില്ലാതെ, ഒരു തരത്തിലുള്ള തിരിച്ചടിയുമില്ലാതെ ഏകപക്ഷീയമായി കീഴടങ്ങുകയാണ് ഹമാസിന്റെ പുകൾപെറ്റ തീവ്രവാദ സൈന്യം. 100 കണക്കിന് തീവ്രവാദികൾ ആയുധം വെച്ച് ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. മറ്റുള്ളവർ ജീവനും കൊണ്ട് പലായനം ചെയ്യുകയാണ്. തെക്കൻ ഗാസയും വടക്കൻ ഗാസയും പൂർണ്ണമായും ഇസ്രായേൽ സേന പിടിച്ചടക്കി. ഇവിടങ്ങളിലുള്ള പാലസ്തീൻ പതാകകൾ മാറ്റി ഇസ്രായേൽ പതാകകൾ അവിടെ ആകാശത്തേക്ക് ഇങ്ങനെ പാറിപ്പറക്കുകയാണ്. അങ്ങനെ ഗാസയിൽ പൂർണ്ണമായ നശീകരണം, പൂർണ്ണമായ ഹമാസിന്റെ ഉന്മൂലനം, ഇതാണിപ്പോൾ ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സേന. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹമാസിനെ പൂർണ്ണമായും തീർക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ഇസ്രായേൽ സേന. അതിന് പൂർണ്ണ പിന്തുണയുമായി അമേരിക്കയുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങളെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട്, അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. കാരണം ഇസ്രായേൽ പറഞ്ഞൊരു കാരണമുണ്ട്, ഇത് ആദ്യത്തേതും അവസാനത്തേതുമായ യുദ്ധമാണ്. ഇക്കുറി വിജയിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും വിജയിക്കാനാകില്ല. ഇക്കുറി ഹമാസിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയില്ലെങ്കിൽ ഹമാസിന്റെ ഭീകരവാദികൾ ഇങ്ങനെ നിരന്തരം ഇസ്രായേൽ എന്ന രാജ്യത്തെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് എന്നും ഇസ്രായേലിനൊരു ഭീഷണിയാണ്. ആ ഭീഷണി ഇനിയും അനുഭവിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഹമാസിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക. ആ തുടച്ചു നീക്കിയ ശേഷം മാത്രമേ യുദ്ധം അവസാനിക്കുള്ളൂ എന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഭീകരവാദത്തിനിരയായ ഭീകരവാദത്തിന്റെ ബുദ്ധിമുട്ടുകൾക്കിരയായ ഒരു രാജ്യത്തിന്റെ കഠിനമായ ശബ്ദമായി നമ്മൾ അതിനെ കാണണം. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പിന്തുണയുമായി അമേരിക്കയുണ്ട്, ലോകരാഷ്ട്രങ്ങളുണ്ട്. ആവശ്യത്തിന് ആയുധവും വെടിക്കോപ്പുകളും പടക്കോപ്പുകളും പടയാളികളുമായി അമേരിക്ക പിന്നിലുള്ളപ്പോൾ ഈ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഇസ്രായേൽ.